ഇവിടെ ഈ പറയുന്ന വസുദേവ കുടുംബകം അല്ലെന്നുണ്ടെങ്കിൽ അതിർത്തികളില്ലാത്ത വിശാലമായ ദേശം, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ പേരുകളൊന്നും ഇല്ലാത്ത വിശാലമായ ദേശം എന്നൊക്കെ നമുക്ക് പറയാം. എന്നിട്ട് അത് നടപ്പാകലും താങ്കൾക്ക് അറിയാം. ഉട്ടോപ്യൻ സ്വപ്നമാണ് താങ്കൾക്കും അറിയാം. എന്ത് ഉട്ടോപ്യൻ? ചുമ്മാ അസംബന്ധം എന്നോട് ഞാൻ പറയുന്നത് അത് മറ്റുള്ളവര് അല്ല. ഈ നാട്ടിനകത്ത് രാജാവ് ഉണ്ടായിരുന്നല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഇയാൾ ചോദിച്ചു കഴിഞ്ഞു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇല്ല, ഞാൻ ചോദിച്ചില്ല. ആ ന്യായം മനസ്സിലായി. ഇല്ല. ഇവിടെ ശാക്തിക ചേരികൾ കൂടുതൽ ബലപ്പെടുന്ന കാലത്ത്, രാഷ്ട്രങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാലത്ത് അതിർത്തികളില്ലാത്ത വിശാലമായ സാമ്രാജ്യം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്നും മൈത്രേ നന്നായി അറിയാം. അറിഞ്ഞൂടാ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? തന്നെ പോലുള്ള വിഷയവിവരമില്ലാത്ത മാർക്ക് മാത്രമുള്ള നിലപാടാണ്. അപ്പൊ വളരെ പാടുപെട്ട് കിട്ടിയ ജോലിയാണ് സാർ. സാറിന്റെ കാല് പിടിക്കാം. ആരോടും പറയരുത്. ഞാൻ എന്ത് വേണമെങ്കിലും സാറിന് വേണ്ടി ചെയ്യാം. നാളാ താങ്കൾ കരുതുന്നു അങ്ങനെ സംഭവിക്കുന്നതല്ല? അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അത് വെറുതെ ജീവിതമാണ്. ജീവിതം തന്നെ പോലുള്ള ഇതുപോലെ ഇങ്ങനെ വാചടിക്കുന്നവന്മാർക്കുള്ളതാണ്. നടക്കില്ല. അത് രണ്ടു കൈ മുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. എന്നിട്ട് നല്ല ശബ്ദം ഞാൻ കേട്ടല്ല. എന്തോ ഞാനൊന്നും കേട്ടില്ല. പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. അതുപോലെ വിശാലമായി നടക്കാത്ത സ്വപ്നം മാത്രമാണ്. നടക്കാത്ത സ്വപ്നമാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. അത് ഇയാൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. താങ്കളുടെ ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. തീരുമാനമല്ല. അതെ, പിന്നെ തനിക്ക് ഞാൻ തനിക്ക് ഈ വിഷയം